ഹായ് ഓൾ, ദിസ് ഇസ് സാറ്റർഡേ മോർണിംഗ്. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ താമസിച്ചാണ് എണീറ്റത്. താമസിച്ചെന്ന് വെച്ചാൽ ഇന്ന് നല്ല താമസിച്ചു. 10 o'clock കഴിഞ്ഞു എണീറ്റ് താഴെ വന്നപ്പോഴേക്ക്. കുക്കു സാറ് രാവിലെ തന്നെ എണീറ്റ് താഴത്തേക്ക് വന്ന് ഫോണുമായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അമ്മയും നേരത്തെ എണീറ്റ് ഇവിടെ സൂചി ഗോതമ്പ് കൊണ്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മീൻ ഇരുന്നത് അമ്മ കണ്ടിച്ചും വെച്ചിട്ടുണ്ട്. രാവിലെ എണീക്കുമ്പോൾ തന്നെ ആദ്യം നമ്മൾ ഇതിലെ കമൻസും വ്യൂസും ഒക്കെയാണല്ലോ നോക്കുന്നത്. ആ കൂട്ടത്തിൽ വാട്സാപ്പിൽ ട്രീസയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു എന്ന് വെയിറ്റ് ലോസിൻ്റെ കാര്യം പറഞ്ഞിട്ട്, ബോഡി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആകെ ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഈ വെള്ളമാണ് കേട്ടോ. ഒരു ചെറിയ പാനിൽ കുറച്ച് വെള്ളം എടുത്ത് അത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇത്രയും ജീരകം, കുറച്ച് കണക്കൊന്നുമില്ല, ഇത്രയും ഉലുവയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കണം. ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ ഈ വെള്ളത്തിൻ്റെ കളറിൽ ചേഞ്ചസ് വരും. ആ വെള്ളത്തിൻ്റെ കളർ എത്രത്തോളം വരാവോ അത്രത്തോളം വരുത്തിയെടുക്കണം. നല്ല തിളച്ച് വരുമ്പോഴത്തേക്ക് തീ കുറച്ച് ഇതുപോലെ സിം തീയിലിട്ട് കുറച്ച് നേരം തിളപ്പിക്കാം. രാവിലെ എണീറ്റ് എംപ്റ്റി സ്റ്റൊമക്കിൽ ജീരകവെള്ളം കുടിക്കുന്നത് ബ്ലോട്ടിങ്ങിനും ഇൻഡൈജഷനും ഒക്കെ നമ്മളെ സഹായിക്കും. പിന്നെ വെയിറ്റ് ലോസിനും പറ്റിയ ഒരു ഏജൻറ്റാണ് ജീരകം. ഉലുവ അല്ലെങ്കിൽ ഫെനുഗ്രീക്ക് നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വിശപ്പ് കുറയ്ക്കും കേട്ടോ. ഞാനിപ്പോൾ ഇത് രാവിലെ കുടിക്കാത്തതിൻ്റെ കാരണം അതാണ്. എനിക്ക് വിശക്കണം. ഞാൻ നല്ലപോലെ ഇന്ന് ഫുഡ് അടിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുന്നില്ല. ഞാൻ കാപ്പിയൊക്കെയാണ് ആദ്യം കുടിക്കുന്നത്. ഈ ഒരു വെള്ളം കുടിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശവും അത് തന്നെയാണല്ലോ, ഫുഡ് കുറയ്ക്കണം. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ഈ വെള്ളം അങ്ങോട്ട് കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു ചായയോ കാപ്പിയോ കൂടെ ആയാലും നമുക്ക് ഒരുപാട് നേരം പിന്നെ വിശക്കത്തില്ല. ചിയ സീഡ്സും ഇതേ പ്രോസസ്സൊക്കെ തന്നെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് എൻ്റെ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു വെള്ളത്തിലൂടെയാണ്. എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്ക്, കുക്കുവിൻ്റെ ഡെലിവറിക്ക് ശേഷം നമ്മുടെ ആദ്യത്തെ ഒരു സിസേറിയനല്ലേ, ഭയങ്കര ഇൻകൺവീനിയൻസസ് അല്ലേ നമുക്ക്. അപ്പോൾ ഈ ബെൽറ്റ് ഒന്നും ഞാൻ അധികം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വയറധികം വലിച്ച് കെട്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ ഒരു 6-7 മാസം കൊണ്ട് എനിക്ക് നല്ല വയറായി. പിന്നെ അത് കുറയ്ക്കാനായിട്ട് ഞാൻ ആ ടൈമിൽ ഇങ്ങനെ കുറേ സെർച്ച് ചെയ്ത് വേങ്ങ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടുപിടിച്ചിരുന്നു. അങ്ങാടി കടയിൽ നിന്ന് ഒരു മരത്തിൻ്റെ തടി പോലത്തെ ഒരു കുറച്ച് കഷ്ണം നമുക്ക് കിട്ടും, വേങ്ങ എന്ന് പറഞ്ഞ്. അത് ഞാൻ ഇതുപോലെ ഇട്ട് തിളപ്പിച്ച് കുറേയൊക്കെ കുടിച്ച്. പക്ഷേ അതിലും അത് ഞാനൊരു ഒരു വർഷത്തോളം ഞാൻ കുടിച്ചു. എൻ്റെ വയർ ഒതുങ്ങാൻ തുടങ്ങി. പക്ഷേ അതിലും പെട്ടെന്ന് എഫക്റ്റീവാണ് കേട്ടോ ഈ ഒരു സാധനം. അപ്പോൾ എൻ്റെ ആ വെള്ളം തണുത്തപ്പോൾ ഇതെൻ്റെ ബോട്ടിലാണ്, ഇത് വേറെ ആരും എടുത്ത് കുടിക്കത്തില്ല. അപ്പോൾ അതിലോട്ട് ഞാൻ ഈ വെള്ളമാക്കി, വെള്ളത്തിൻ്റെ കൂടെ തന്നെ ആ നമ്മുടെ ഉലുവയും ജീരകവും ഇല്ലേ, അതും കൂടെ നമ്മൾ തട്ടിയിടണം. അത് എത്ര നേരം ഇതിൻ്റെ അകത്ത് കിടന്ന് സോക്കാവുന്നോ അത്രത്തോളം നമുക്ക് എഫക്റ്റ് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രാവിലെ അത് കുടിക്കാത്തത് എനിക്ക് നല്ലപോലെ ഫുഡ് അടിക്കാനാണ്. ഞാൻ ഇന്നലെ രാത്രി ബാക്കി വന്ന ചോറിൻ്റെ അകത്ത് ഉപ്പും ചെറിയുള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് വെള്ളം ഒഴിച്ച് പഴങ്കഞ്ഞിക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരുന്നു. പഴങ്കഞ്ഞിയുടെ കൂടെ എടുക്കാനായിട്ട് ഞാൻ ഇന്ന് ഉള്ളിയും മുളകും എന്നാണ് ഞങ്ങൾ പറയുന്നത്, ഒരു ചമ്മന്തി പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു 7-8-10 ചുവന്നുള്ളി, 2-3 പിരിയമുളക്, കുറച്ച് കാശ്മീരി മുളക് പൊടി. എനിക്ക് കളറ് വേണം, അതുകൊണ്ടാണ്. സാധാ മുളക് പൊടി ഇട്ടാലും നമുക്ക് ഓറഞ്ച് കളറിലിരിക്കും. എനിക്കിത് റെഡായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. ആവശ്യത്തിന് ഉപ്പും കുരുവില്ലെന്ന് ഉറപ്പ് വരുത്തിയ ഒരു പിടി പുളിയും കൂടെ ചേർത്ത് ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുക്കു നേരത്തെ എണീറ്റ് താഴെ വന്നുകൊണ്ട് തന്നെ അമ്മ കുക്കുവിനും സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവ് കൊടുത്തു. അമ്മയും കഴിച്ചു. അപ്പോൾ നിലുവിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവന് ഈ കഞ്ഞിയും എടുക്കത്തില്ല, കഴിക്കും. പക്ഷേ അവന് ഇത്തിരി കോൾഡൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പഴങ്കഞ്ഞി കൊടുക്കുന്നില്ല. പിന്നെ ഈ സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവ് അത് കണ്ടപ്പോൾ തൊട്ട് അവനതിന് മണ്ണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനുള്ള ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ ബട്ടർ എനിക്ക് പിടിക്കാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ റാപ്പ് ചെയ്ത് പിടിച്ചത്. ആ പേപ്പർ വെച്ച് തേച്ചതല്ല, ബട്ടർ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതൊന്ന് പാനിൽ സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് ബനാന അരിഞ്ഞ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചരിച്ചും മറിച്ചും ഇട്ട് മുരിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അമ്മ എനിക്ക് ഉള്ളിമുളക് മിക്സിയിൽ അടിച്ച് തന്നു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ജാറ് കഴുകി ഒരു തുള്ളി വെള്ളം അമ്മ ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോഴേക്ക് അവിടെ ഏത്തക്കയുടെ തീ കുറച്ച് വെക്കാൻ ഞാൻ മറന്നുപോയി. അത് പെട്ടെന്ന് തന്നെ കുറച്ച് ബേണായി, എന്നാലും കുക്കായി എല്ലാം. ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ഇനി ഇതിൻ്റെ അകത്ത് ലേശം പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏത്തക്ക ഇച്ചിരി പച്ചയായിരുന്നു, നല്ലപോലെ പഴുത്തിട്ടില്ല. നിലുവും അമ്മയും ബനാനയൊക്കെ ആയിട്ട് ലില്ലിയംസിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. നല്ലപോലെ ഞാൻ ഈ ചമ്മന്തി കുഴച്ചെടുത്തു. ഇത് ഇങ്ങനെയായിരിക്കും ഇരിക്കുക. പിരിയമുളക് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് മുളക് പൊടി മാത്രം വെച്ചിട്ടും അരച്ചെടുക്കാം കേട്ടോ. പക്ഷേ ടേസ്റ്റ് കൂടുന്നത് പിരിയമുളക് ഇട്ട് അരയ്ക്കുമ്പോഴാണ് ടേസ്റ്റും. പിന്നെ ഞാൻ എപ്പോഴും പറയില്ലേ, ഭക്ഷണം ആദ്യം കഴിക്കുന്നത് നമ്മുടെ കണ്ണാണ്. നമ്മുടെ കണ്ണ് കൊണ്ട് നമുക്കത് ഇഷ്ടപ്പെട്ടാൽ ഭക്ഷണം കുറച്ചുകൂടെ ആസ്വാദ്യകരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിരിയമുളകാണ് ഇപ്പോൾ ചേർത്തത്. ഇല്ലാത്തപ്പോൾ ഞാൻ മുളക് പൊടി ഇട്ടും ചെയ്യാറുണ്ട് കേട്ടോ. ഇനി കഞ്ഞി കൈ കൊണ്ട് എടുക്കുന്നതാണ് എനിക്കിഷ്ടം. എന്തായാലും ഞാനും അലനെ കഴിക്കാനുള്ളൂ. അപ്പോൾ ഇനി സ്പൂൺ ഇട്ടില്ല എന്നൊന്നും അങ്ങനെ വിചാരിക്കല്ലേ. നമ്മുടെ വീടല്ലേ, നമ്മളല്ലേ കഴിക്കുന്നത്. കൈയൊക്കെ ഞാൻ നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. കഞ്ഞി അങ്ങനെ കൈവച്ച് ഒന്ന് കുഴച്ചുടച്ചിട്ടൊക്കെ എടുക്കണം. ഉച്ചയായപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, എൻ്റെ മൂക്കൊന്ന് അടഞ്ഞിരിപ്പുണ്ട് കേട്ടോ. അതാണ് റെക്കോർഡിങ്ങിലെ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം. ഇവിടെ ഇരുന്ന് കുറച്ച് മാങ്ങ അച്ചാറും പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഉള്ളി ചമ്മന്തിയായിട്ട് ഞാൻ അലനും കൂടെ കഞ്ഞി കുടിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇന്നത്തെ ആ വെള്ളത്തിൻ്റെ കാര്യം ഒന്ന് ഡീറ്റെയിൽ ചെയ്യാം. നമ്മൾ ഈ വെള്ളം കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ലോങ് ഇത് കുടിക്കരുത് കേട്ടോ. കാരണം ഭയങ്കരമായിട്ട് നമ്മൾ മുഖമൊക്കെ ക്ഷീണിച്ച് കണ്ണൊക്കെ കുഴിഞ്ഞ് ഒരു വഴിയാവും. അപ്പോൾ ഇതൊരു മാക്സിമം ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 6 മാസത്തിൽ നമ്മളിത് നിർത്തണം.
ഇനി ഇത് ഞാൻ എങ്ങനെയാണ് കുടിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഫാമിലിയിലൊരു ഫംഗ്ഷനോ ഒരു കല്യാണമോ ഒക്കെ മുന്നിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു 3-4 മാസത്തിന് മുമ്പ് ഞാൻ ഈ വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ തുടങ്ങും. അത് രാവിലെ മാത്രമല്ല, ഈ വെള്ളം കുടിക്കാൻ തുടങ്ങിയാൽ നമ്മൾ സാദാ വെള്ളം കുടിക്കാൻ പാടില്ല. ഇത് തന്നെ കുടിച്ചുകൊണ്ടിരിക്കണം. നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോകുന്നുണ്ടെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നുണ്ടെങ്കിലും ഒക്കെ ഇതിൻ്റെ ഇടയിൽ നമുക്കിത് മെലിയേണ്ട ടൈം പീരീഡിനിടയിൽ നമ്മൾ എവിടെ പോയാലും വി ഹാവ് ടു ക്യാരി ദിസ് വിത്ത് അസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് തീർന്നു പോവില്ലേ എന്ന്. അങ്ങനെയല്ല, നമ്മളിപ്പം നാളെ തൊട്ട് ഇത് കുടിക്കാൻ തുടങ്ങുന്നെങ്കിൽ ഇന്ന് രാത്രി വെള്ളം ഇങ്ങനെ തിളപ്പിച്ച് വെക്കുക. അത് നാളെ രാവിലെ ആകുമ്പോൾ തണുക്കുമല്ലോ. അത് തണുക്കുമ്പോൾ ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ കൂടെ നമുക്ക് വെള്ളം ചേർക്കാം. തിളപ്പിച്ചാറിയ വെള്ളമോ പച്ചവെള്ളമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെള്ളം ചേർക്കാം. രാവിലെ എണീറ്റ പാടെ തന്നെ നമ്മൾ ഈ വെള്ളത്തിൻ്റെ ഒരു പകുതി തീർത്തെന്ന് വിചാരിക്കുക. അപ്പോഴും തന്നെ നമ്മുടെ കയ്യിലുള്ള തിളപ്പിച്ചാറ്റിയ വെള്ളം, പച്ചവെള്ളം അല്ലെങ്കിൽ ഫിൽറ്റേർഡ് വാട്ടർ നിങ്ങളുടെ ഇഷ്ടം പോലെ നമ്മൾ എത്ര കുടിച്ചോ അത്രയും നിറച്ച് വയ്ക്കുക. അതായത് കുപ്പി എപ്പോഴും നിറച്ച് വയ്ക്കുക. കുടിക്കുന്ന ഉടനെ കുപ്പി നിറച്ച് വയ്ക്കുക. അപ്പോൾ ഇത് നമ്മൾ തലേന്ന് വൈകുന്നേരം തിളപ്പിച്ചതാണല്ലോ. പിറ്റേ ദിവസം രാത്രിയാവുമ്പോൾ ഇത് കുടിക്കുമ്പോൾ ഇതിൻ്റെ ഈ കോതൊക്കെ കുടിക്കുക. ഈ ഉലുവയും ജീരകവും എല്ലാം കൂടെ കുടിച്ച് തീർക്കുക. എന്നിട്ട് അന്ന് രാത്രി അടുത്ത സെക്ഷൻ വെള്ളം നമ്മൾ വീണ്ടും തിളപ്പിച്ച് വയ്ക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ ഈ ജീരകവും ഉലുവയും നല്ലപോലെ ഈ വെള്ളത്തിലേക്ക് അലിഞ്ഞ് ഒരു ലേശം അഴുകുന്ന പരുവത്തിലേക്ക് വരും. അത് കുടിക്കും. അത് കുടിക്കാനായിട്ട് നമ്മളങ്ങനെ അത് മാത്രമായിട്ട് വായിൽ തട്ടിയാൽ ചിലപ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റില്ല. നല്ലപോലെ കുറച്ച് വെള്ളം ബോട്ടിലിൻ്റെ എൻഡ് ആവുമല്ലോ ഈ സാധനങ്ങൾ വരാൻ. അപ്പോൾ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് കുപ്പി നന്നായിട്ടൊന്ന് കുടഞ്ഞിട്ട് വായിലേക്ക് ഒഴിച്ചിട്ട് ഒറ്റ വിഴുങ്ങലങ്ങ് വിഴുങ്ങിയാൽ മതി. അപ്പോൾ ഞാനിത് കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരണം, അല്ലെങ്കിൽ സ്കൂൾ ആനുവൽ ഡേയോ ഒക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ ഞാൻ നിർത്തുകയും ചെയ്യും. പിന്നെ ഇത് കുടിക്കുന്നത് കൊണ്ട് മധുരം കഴിക്കരുതെന്നോ ചായ കുടിക്കരുതെന്നോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി കുറഞ്ഞു തുടങ്ങിയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുക്കുക, ഈ വെള്ളം അല്ലാതെ വേറെ ഒന്നും ഞാൻ കുടിക്കത്തില്ലെന്ന്. കാരണം ഇത് വലിയ പാടില്ലല്ലോ. നമുക്ക് ഷുഗർ ഒഴിവാക്കണ്ട, മീറ്റ് ഒഴിവാക്കണ്ട, എല്ലാം കഴിച്ചിട്ട് തന്നെ ജസ്റ്റ് ഈ വെള്ളം മാത്രം കുടിക്കുക. അത്രയും ഓർത്താൽ മതി. എന്നോട് അവിടെ നിന്ന് കുറച്ച് നേരമായിട്ട് പുറത്ത് പോയി കളിക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവിടെ വെയിലാണ്, പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ കാണിച്ചു തന്ന തണലാണ് ഇത്. ഈ ഒരു മരത്തിൻ്റെ തണലുണ്ട്, അവിടെ പോയിരുന്ന് കളിക്കാമെന്ന്. ഈ ഒരു സ്പേസിലാണ് രാത്രി അലനും ഫ്രണ്ട്സും ഒക്കെ ഇരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയാൽ നേരെ നമ്മുടെ കുരിശടി കാണാം. കുരിശടിയുടെ തൊട്ട് പുറകിലായിട്ട് നിൽക്കുന്നതാണ് ലില്ലിയമ്മച്ചിയുടെ വീട്, എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ വീട്, അതായത് ഞാൻ ജനിച്ച് വളർന്ന വീട്. ഇതാണ് നമ്മുടെ വീട്. അത് ഞാൻ എല്ലാ വിഷ്വൽസിലും കാണിക്കാറുണ്ടല്ലോ. ലഞ്ചിനുള്ള റൈസ് കുക്കറിലിട്ടിട്ടാണ് കേട്ടോ ഞാനും ഇവരും കൂടെ പുറത്തോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ടോയ്സ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഓടിപ്പോയി എടുത്തിട്ട് വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഇപ്പം തന്നെ ഇവനകത്ത് കയറ്റി. നല്ല വെയിലുണ്ട്, ഞാൻ സൺസ്ക്രീനൊന്നും ഇട്ടിട്ടില്ല, കരിഞ്ഞു പോകും, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ റോഡ് നേരെ അങ്ങോട്ട് കണ്ടത് നമുക്ക് കൊല്ലം ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അതായത് കൊല്ലം ബീച്ച് ടു പരവൂർ ബീച്ച് വരെയുള്ള റോഡാണ്. പക്ഷേ ഇടയ്ക്ക് റോഡില്ല, ഓഫ് റോഡ് എന്ന് പറയേണ്ടി വരും. ടാറിട്ട റോഡ് കുറച്ച് കടൽ കൊണ്ടുപോയിട്ടുണ്ട്. ഞാനൊരു പാക്കറ്റ് ചിപ്സുമായിട്ടാണ് കേട്ടോ പോയിരിക്കുന്നത്. ഈ വെള്ളം കുടിക്കുന്നതുകൊണ്ട് നിങ്ങളൊന്നും ഭക്ഷണത്തിലൊന്നും ഒഴിവാക്കേണ്ട കാര്യമില്ല കേട്ടോ, അത് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാം. പക്ഷേ പെപ്സിയും കൊക്കക്കോള, മിറിൻഡ, ഫാൻഡ ഇതുപോലുള്ള സാധനങ്ങൾ നിങ്ങൾ കുടിക്കരുത്. മീൻ അമ്മ കണ്ടിച്ച് വെച്ചേക്കുന്നത് കോരയും താടയുമാണ്. താട ഇങ്ങനെ ഇല പോലെ ഇരിക്കും, നല്ല തിന്നായിട്ടിരിക്കും. ഇത് മീൻ കറിക്കായിട്ട് ഞാൻ കുറച്ച് കുടംപുളിയിൽ ഇച്ചിരി ചൂടുവെള്ളം ഒഴിക്കാണ് കേട്ടോ. കുടംപുളി ഇപ്പോൾ നോക്കിയപ്പോൾ ഭയങ്കര ഡ്രൈ, ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്നു. അമ്മ മീനിൽ മസാല പുരട്ടി വെച്ചിരുന്നു, പക്ഷേ എനിക്കത് പോരാ. കളറാണ് എൻ്റെ മെയിൻ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് കുഴച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഈ കോര എന്ന് പറയുന്ന മീൻ വലിയ ടേസ്റ്റൊന്നും ഇല്ലാത്ത മീനാണ് എൻ്റെ അഭിപ്രായത്തിൽ. കറി വെച്ചാൽ ചാറിനൊന്നും വലിയ ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഇന്നലത്തെ കുക്കുംബറും തക്കാളിയൊക്കെ ഇട്ട് വെച്ച മോരുകറി ബാക്കിയിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇന്ന് വേറെ ഒരു ടൈപ്പ് കറിയാണ് വെക്കുന്നത്. ഒന്ന് പെരട്ടി എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഒരു 10-12 ചുവന്നുള്ളി നമുക്ക് ഈ കല്ലിൽ തന്നെ ഇടിച്ച് ചതച്ച് മാറ്റി വെക്കണം. മിക്സിയിൽ അരയ്ക്കരുത്, ടേസ്റ്റ് കുറയും. പിന്നെ 2 പച്ചമുളക്. ആ പച്ചമുളകിന് എരിവ് കൂടുതലാണ്, അതുകൊണ്ട് 2 എണ്ണം അല്ലെങ്കിൽ ഒരു 3-4 എണ്ണം എടുക്കാം. അതും ഇതുപോലെ ഇതേ കല്ലിൽ ചതച്ച് മാറ്റി വയ്ക്കാം. പിന്നീട് ഇതിലേക്ക് ചതച്ചെടുക്കുന്നത് ഇഞ്ചിയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുക്കാം. ഇതിൽ വെളുത്തുള്ളിയുടെ ആവശ്യമില്ല. പിന്നെ ഈ കറിയിലേക്ക് ഇത് ഒരു കാര്യവുമില്ല, രാവിലത്തെ ചമ്മന്തി ബാക്കി ഇരിക്കുന്നതുകൊണ്ട് ഞാനത് ഇതിലേക്ക് ആഡ് ചെയ്തതാണ്. എന്തായാലും അതേ ഇൻഗ്രീഡിയൻസ് ആണല്ലോ, മോറോലെസ് സെയിം ആണല്ലോ, അതുകൊണ്ട് അതും കൂടി ഇട്ടു. ഒരു പിടി കറിവേപ്പില ഇട്ടു. പിന്നെ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും ഇട്ടു. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ തക്കാളിയാണ്. തക്കാളി വലുതാണെങ്കിൽ ഒരു അര പോർഷൻ മതിയാവും, തക്കാളി കുറച്ച് മതി. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കൈവച്ച് ഇളക്കി ചതച്ച് കൊടുക്കാം. തക്കാളിയൊക്കെ കൈവച്ച് തന്നെ ഞെരടിയിടാം. ഒരു കാര്യം മറന്നുപോയി, അത് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തു. ലേശം ഉലുവാപ്പൊടി കൂടരുത്, കഴിക്കും. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം, അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഈ തക്കാളിയൊക്കെ ഇനി നല്ലപോലെ കിടന്ന് തിളയ്ക്കാൻ പറ്റത്തില്ല, കാരണം കോര പെട്ടെന്ന് പൊടിയും. അതുകൊണ്ട്
മാക്സിമം ഇതിനെ കൈവച്ച് തന്നെ അങ്ങ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കറിക്ക് നല്ല തിക്നെസ് വേണം, നമുക്കിതങ്ങനെ ചാറുള്ള കറിയല്ല, അത്യാവശ്യത്തിന് തിക്നെസ് വേണം. അപ്പോൾ അത് കുഴഞ്ഞിരിക്കണം നല്ലപോലെ. ഈ മീൻ തന്നെ വെച്ചിട്ടേ ഇത് ചെയ്യാൻ പറ്റുമെന്നില്ല കേട്ടോ. മത്തിയോ അയിലയോ ഒക്കെ വെച്ചിട്ട് ഈ കറി ചെയ്യാം. നല്ലപോലെ പുരട്ടിയെടുത്ത് കഴിഞ്ഞാൽ കുടംപുളി ഇട്ട് വെച്ച വെള്ളം ലേശം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കുടംപുളിയും കൂടെ കഴുകിയത് ഇട്ട് കൊടുത്തു, മീനും കൂടി ഇട്ട് കൊടുത്തു. ഇനി ആദ്യത്തെ അത്ര ഫോഴ്സ് ഇനി ഉപയോഗിക്കരുത്, മാംസം ഇളകി വരും. ജസ്റ്റ് കൈവച്ച് അതൊന്ന് കുഴച്ച് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് സ്പൂൺ വെച്ചും ചെയ്യാം, പക്ഷേ എനിക്ക് കൂടുതൽ ടേസ്റ്റും ഞങ്ങൾ കംഫർട്ടബിൾ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിത് കൈവച്ച് ചെയ്യുന്നത്. പക്ഷേ ചെയ്തൊക്കെ കഴിയുമ്പോൾ കൈക്ക് നല്ലൊരു സുഖം വരും. ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഈ മുളകിൻ്റെയൊക്കെ ഒരു ഊതൽ കയ്യിൽ വരും. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ എന്തെങ്കിലും മോയ്സ്ചറൈസറൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യും. വറുക്കാനുള്ള മീൻ താടെ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. എണ്ണ ചൂടാവുന്നതിന് മുമ്പ് തന്നെ ഞാൻ മീനിട്ട് തുടങ്ങി. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഇതിനകത്ത് കിടക്കണമെങ്കിൽ ഇച്ചിരി അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യണം. അപ്പോൾ കൈവച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കി കൊടുക്കണമെങ്കിൽ എണ്ണ ചൂടായാൽ അത് പറ്റില്ല. അങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഈ എല്ലാ മീനും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ നല്ലപോലെ മുരിച്ചെടുത്തിട്ട് അങ്ങ് കടിച്ച് കഴിക്കാറാണ് കേട്ടോ പതിവ്. കുക്കുവിന് കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇളക്കി മുള്ള് കളഞ്ഞൊക്കെ കൊടുക്കും. ഞാനും ആലനും അമ്മയും ഒക്കെ അതങ്ങ് കടിച്ച് തിന്നോളും. അത് അത്രയ്ക്ക് മുരിഞ്ഞാലിങ്ങനെ പപ്പടമൊക്കെ കടിക്കുന്ന പോലെ നമുക്ക് കയ്യിൽ പിടിച്ച് കടിച്ച് തിന്നാൻ പറ്റും. അപ്പോൾ ഞാൻ നല്ലപോലെ അത് മുരിച്ചു എടുക്കുന്നുണ്ട്. അത് മാക്സിമം ഉടയാതിരിക്കാൻ വളരെ കെയർഫുള്ളായിട്ട് തീയൊക്കെ ഒന്ന് കുറച്ചിട്ട് ഞാനത് തിരിച്ചിട്ടു. അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് ആയി. നേരത്തെ ആയിരുന്നു കേട്ടോ, പിന്നെ തീ ഓഫ് ചെയ്ത് കുറച്ച് നേരം വെച്ചിരുന്നതാണ്. മീൻ കറിയും നല്ലപോലെ തിളച്ചു. മീൻ കറിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പൂൺ ഇടാൻ പാടില്ല, കോര പെട്ടെന്ന് ഉടയും. അത് ഇങ്ങനെ ഒരു തുണി വെച്ച് തടപിടിച്ച് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. കോരയ്ക്ക് പകരം ഏത് മീനിട്ടാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ കറി ഒന്ന് പെരണ്ടിരിക്കുന്നത് കൊണ്ട് അതിലേക്ക് സ്പൂൺ ഇട്ടാലും മീൻ പെട്ടെന്ന് ഉടയും. ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്യുന്നതാണ് ചാറില്ലാത്ത ഈ കറിക്ക് നല്ലത്. മീൻ വറുത്തതും തിരിച്ചും മറിച്ചും ഒക്കെ ഏകദേശം റെഡിയായി. ചോറ് വാർത്തിട്ടു. ഇന്നത്തെ പണികളൊക്കെ തൽക്കാലം കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെജിറ്റബിൾ ഒന്നും ചെയ്യാത്തത് ഇന്നലത്തെ കുക്കുംബറും തക്കാളിയൊക്കെ ഇട്ട് വെച്ച മോര് കറി ഫ്രിഡ്ജിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഞാൻ ചാറ് നീട്ടാതെ ഒരു പെരട്ട് പോലെ എടുത്തത്. ഒഴിക്കാനുള്ള കറിയും ഉണ്ട്, അതിൽ തന്നെ വെജിറ്റബിളും ഉണ്ടല്ലോ. വെയിൽ കാരണം ആ കടപ്പുറത്തേക്ക് വിടാത്തതിൻ്റെ സങ്കടത്തിൽ കുക്കു വന്ന് പെർമിഷൻ ചോദിച്ചിട്ട് ലില്ലിയംസിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അവിടെ പോയി ഇടയ്ക്കിടയ്ക്ക് നിലുവിനെ ആ ഫുട്ബോൾ കാണിച്ച് കരയിച്ചില്ലെങ്കിൽ അവനൊരു സമാധാനമില്ല. ആലൻ അവിടെ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഒരു ലെമൺ ഇരുന്നത് എടുത്തിട്ട് ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കിയാണ്. തണുപ്പെടുക്കുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ മൂക്കൊക്കെ അടഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇനിയും തണുപ്പെടുത്താൽ സൈനസ് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നോർമൽ വെള്ളത്തിൽ കുറച്ച് ഷുഗറും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒരു സിമ്പിൾ ലൈം ജ്യൂസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഞങ്ങൾ ജ്യൂസ് കുടിക്കാനായിട്ട് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. 3 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം അമ്മയുടെ കയ്യിൽ നിന്ന് പൊട്ടി, കുക്കുവിൻ്റെ അതും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കൊടുക്കുമ്പോൾ ആദ്യം കുക്കുവിന് അതൊന്നും കൊടുത്തിട്ട് ഞാൻ കുടിക്കും, അങ്ങനെയൊക്കെ ഇങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ കുക്കു ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അവിടെ ലില്ലിയമ്മച്ചി എന്നെ പോലെയാണ്. രാവിലെ എണീറ്റാലെ പടപെടാന്നും പറഞ്ഞ് രാവിലത്തെ കാര്യങ്ങളും ഉച്ചക്കത്തെ ലഞ്ചും ഒക്കെ റെഡിയാക്കും. എന്നിട്ട് അമ്മച്ചി അവിടെ ചുമ്മാതിരിക്കുന്നതുകൊണ്ടാണ് മരുമോൾ അവിടെ പോയിരുന്ന് കത്തി വയ്ക്കുന്നത്. നമ്മുടെ വാട്ടർ പ്യൂരിഫയറിനെ പറ്റിയിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇത് അക്വാ പേളിൻ്റെ അമേരിക്കൻ ടെക്നോളജി വാട്ടർ പ്യൂരിഫയർ ആണ്. ROUV ആണ്. ഈ ഒരു ബക്കറ്റിൽ അതൊന്ന് ഇങ്ങനെ വേസ്റ്റ് വെള്ളം എന്നാണ് അവർ പറയുന്നത്. ഫിൽറ്റർ ചെയ്തതിൻ്റെ ബാക്കി വെള്ളം അതിൽ വന്നിങ്ങനെ കളക്ട് ആവും. അത് നിറയുമ്പോഴത്തേക്ക് അത് നിൽക്കും. നമ്മൾ ആ ബക്കറ്റ് എംറ്റി ചെയ്താൽ മതി. ബക്കറ്റിൽ 3/4 ഭാഗം വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ എംറ്റി ചെയ്യാതെ സ്വിച്ച് ഓൺ ചെയ്ത് കിടന്നാൽ അതിനത് അറിയാനുള്ള വകുപ്പൊന്നുമില്ല, വെള്ളം നിറഞ്ഞു പോകും താഴത്തെ ബക്കറ്റിൽ. അതുകൊണ്ട് അത് നോക്കി എംറ്റി ചെയ്തിട്ടൊക്കെ മാത്രം ഓൺ ആക്കിയിടുക സ്വിച്ച്. പിന്നെ ഇത് വാങ്ങിയത് സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. ഒരു 6,000 to 8,000 അകത്തായിരുന്നു റേറ്റ്. ഇതിപ്പോൾ 5-6 വർഷമായി. എനിക്ക് കറക്റ്റ് എമൗണ്ട് ഓർമ്മയില്ല. വലിയ കംപ്ലയിൻസ് ഒന്നും ഇതിന് വന്നിട്ടില്ല. ഇടയ്ക്ക് നമ്മൾ ഫിൽറ്റർ ഒന്ന് മാറ്റി കൊടുക്കണം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് വർഷം ഉപയോഗിക്കാം. മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയാസ്, വൈറസസ് ഇതൊന്നും ഇല്ലാത്ത വെള്ളം കുടിക്കുകയും ചെയ്യാം. വീട്ടിലുള്ള ആരെയൊക്കെ പോലെ ഞങ്ങളുടെ ഫാമിലിനെ തോന്നുന്നു എന്ന് പറഞ്ഞതൊക്കെ കണ്ടിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നാളെ കാണാം.